എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോഴിക്കോടിനെ. എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. ആള് പറയും എനിക്ക് ഭ്രാന്താണ്. ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മളാരും ഇതുവരെ കാണാൻ സാധ്യതയില്ലാത്ത എന്നാൽ കോഴിക്കോട്ടുകാർ മാത്രം കണ്ടിട്ടുള്ള ഒരു കോഴിക്കോടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. സാധാരണ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വരാറുണ്ട്, അതുപോലെ കല്ലുമ്മക്കായ കഴിക്കാറുണ്ട്, ഉപ്പിലിട്ടത് കഴിക്കാറുണ്ട്, റഹ്മത്തിലെ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ട്, മിൽക്ക് സർവത്ത് നമ്മൾ കുടിച്ചിട്ടുണ്ട്, മസാല തേച്ചിട്ടുള്ള പൈനാപ്പിളും കൈതച്ചക്കയും നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത നമ്മൾ വൈകുന്നേരങ്ങൾ വരുമ്പോൾ വളരെ റഷായിട്ടുള്ള ഒരു ബീച്ചാണ് നമ്മൾ കാണാറുള്ളത്. അതിനൊക്കെ വ്യത്യാസമുള്ള ഒരു കോഴിക്കോടാണ് ഇന്ന്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാരണം, ഇന്നലെ ഞാൻ ഇവൻ്റെ ഫ്ലാറ്റിലായിരുന്നു താമസം. ഇവനും ഇവൻ്റെ സുഹൃത്തുക്കളും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇവിടെ ഒരു ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെയാണ് താമസമൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി ഇവൻ്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഇവൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങി. അപ്പോൾ കണ്ട കോഴിക്കോട് ആ ഒരു പുലർക്കാല കാഴ്ച, പ്രഭാത കാഴ്ച, ഒരു മോർണിംഗ് വൈബ്, കോഴിക്കോടിൻ്റെ മോർണിംഗ് വൈബാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇവരിവിടെ ആപ്പ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഓറിയൻറ്റഡ് ആപ്പാണല്ലേ? ആ ആപ്പിനെ കുറിച്ച് ചെയ്യാനൊന്ന് പറയും. ടോപ്പ് ലേണിംഗ് ആപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. എന്നുവെച്ചാൽ കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും, ഇപ്പോൾ ജനറൽ പോസ്റ്റുകളിലേക്കുള്ളതായാലും ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ളതായാലും നടക്കാൻ പോകുന്ന 10th ലെവൽ, അതുപോലെ +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ആവശ്യമായ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ, സിവിൽ പോലുള്ള സ്ട്രീമുകളിലെ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ള എഞ്ചിനീയർമാർക്കുള്ള അത്തരം തസ്തികകളിലേക്കുള്ള കോഴ്സുകളും ചെയ്യുന്നുണ്ട്. ഓരോ വിഷയത്തിലും വിദഗ്ധരായ അധ്യാപകരെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ടെസ്റ്റുകൾ, ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ട എല്ലാ സംഗതികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ടോപ്പ് ആപ്പ്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും അവൈലബിൾ ആണ്. ഫ്രീ ആണ്, ആപ്പ് ഫ്രീ ആണ്. അതിനകത്ത് കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ചെറിയ പേയ്മെൻറ്റ് വരുന്നത്. ചെറിയ സബ്സ്ക്രിപ്ഷൻ ഫീസേ വരുന്നുള്ളൂ. അല്ല, ആ ഇവർ ചെറിയ ഫീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലിപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് സകലം യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഒരു ഓഫർ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സകലം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചാനലാണല്ലോ. സകലം ചാനലിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ഓഫർ എന്തായാലും തരും. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു പ്രൊമോ കോഡ് കൊടുക്കുന്നുണ്ട്. ആ കോഡ് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വാലറ്റ് പോയിൻറ്റ്സും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും ഒക്കെ എന്തായാലും സകലത്തിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഡിസ്കൗണ്ട് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫീൽഡിൽ ആവശ്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നല്ല ആപ്പാണ്. അവരുടെ സ്റ്റുഡിയോ സെറ്റപ്പുകളും മറ്റൊക്കെ ഞാൻ നേരിട്ട് കണ്ടു. ഇൻഷാ അല്ലാഹ് ഞാൻ അതൊന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവരുടെ മൊത്തം ഒരു സെറ്റപ്പ് അടിപൊളിയാണ്, അവിടുത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, അത്തരം ആവശ്യമുള്ള ആളുകൾ ആ ആപ്പ് ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്കൗണ്ടിനുള്ള റെഡീം കോഡും അല്ലേ, അതും പ്രൊമോ കോഡും നമ്മളതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ മോർണിംഗ് വൈബാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാർ ജോലി എന്ന സ്വപ്നം ഇനി അനായാസം നേടിയെടുക്കാം ടോപ്പ് ലേണിംഗ് ആപ്പിലൂടെ. PSCയുടെ ജനറൽ ടെക്നിക്കൽ പരീക്ഷകൾക്ക് വിജയമുറപ്പിക്കാൻ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസുകൾ, സ്റ്റഡി നോട്ടുകൾ, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങി ഒട്ടനവധി ഫീച്ചറുകൾ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ടോപ്പ് ലേണിംഗ് ആപ്പ്. ഇനി സർക്കാർ ജോലി വീട്ടിലിരുന്നും നേടാം.
സൗത്ത് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു സൈക്ലിംഗ് ട്രാക്കാണ്. ആ ട്രാക്കിൽ നിറയെ ആളുകളാണ്. സൈക്ലിംഗ് ട്രാക്കിൽ മാത്രം കൂടി വന്ന് ആ പുതിയ ആൾ കോഴിക്കോട്ടുകാർക്കും കോഴിക്കോട് ബീച്ചിനും വളരെ വേണ്ടപ്പെട്ട ആളാണ്. ആരാണെന്ന് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ മുഹമ്മദ് സാലിഹ്. ഞാൻ 2013 സജീവമായിട്ട് കോഴിക്കോട് ബീച്ചിനെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതവും എൻ്റെ പൈസയും എൻ്റെ ശരീരവും ഇതിലേക്ക് മാറ്റി വെച്ചതാണ്. ഇത് കണ്ടില്ല നിങ്ങൾ ഈ മേശയൊക്കെ വൃത്തിയാക്കി പോയത്? ഞാൻ രാവിലെ വന്ന് വൃത്തിയാക്കി പോയി. ബീച്ചിൻ്റെ പരിപാലനം എന്നോട് ഈ ഗവൺമെൻറ്റിന് വെറുപ്പായിരിക്കും. കാരണം ഓരോ ഇൻസൾട്ട് ചെയ്യുന്ന മാതിരിയാണ് ഞാൻ റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യും. നിയമപ്രകാരം തെറ്റാണ്. പൊട്ടുമുളക് കുഴികളൊക്കെ എല്ലാ റോഡും നന്നാക്കും. എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. ആള് പറയും എനിക്ക് ഭ്രാന്താണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ്. ഇപ്പം എന്നെ ഒരാൾ ഭ്രാന്താന്ന് വിളിച്ചാൽ ഞാൻ എനിക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ പ്രദേശമൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെയാണ് എല്ലാവരും, വലിയ പൈസക്കാർ. എനിക്കാണ് ഏറ്റവും വലിയ സന്തോഷം. ഉറങ്ങണ ഞാൻ രാവിലെ നേരത്തെ എണീക്കണേ എന്ന് മനസ്സിൽ കണ്ടിട്ടാണ്. എന്തിനാ അറിയോ? ഞാൻ പന്നിയങ്കര മേൽപ്പാലം എത്രയോ കാലമായിട്ട് വൃത്തിയാക്കുന്നത്. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം ഞാനാ വൃത്തിയാക്കി. ഇപ്പോൾ കൊറോണ കാരണം മക്കളധികം ചൂലായിട്ട് പോകാൻ സമ്മതിക്കില്ല. രാവിലെ 4 മണിക്ക് കഴിഞ്ഞിട്ട് പന്നിയങ്കര ഭാഗങ്ങളിൽ ഞാൻ 4 മണിക്ക് കഴിഞ്ഞിട്ട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനൊക്കെ അടിച്ചായിരുന്നു കൊറോണ മുന്നേ. പിന്നെ ഞാൻ കൊറോണ മക്കൾ പറയുമ്പോൾ കേൾക്കണം, ഓർക്ക് വലിയ വലിയ ആൾക്കാരായി പോയി. പിന്നെ കണ്ണമ്പറമ്പിൽ ഞാൻ പോയി വൃത്തിയാക്കും. പിന്നെ എവിടെയും നായി എത്താൽ ഗവൺമെൻറ് ആരെയും വിളിച്ച് പറയും, അല്ലെങ്കിൽ ഞാൻ തന്നെ കൈക്കോട്ടൊന്ന് കുഴിച്ചിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട്. സാധനങ്ങളൊക്കെ ഉണ്ട്, മിഷനറി സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോഴിക്കോടിനെ. ഈ കോഴിക്കോടിൽ വന്നിട്ട് കോഴിക്കോടിൽ വന്നിട്ട് പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ വേസ്റ്റ് ഇടണേ. എന്താണ് വേസ്റ്റ് ഇടണേ? എനിക്കിപ്പോ 61 വയസ്സായി. ഞാൻ മെനിയാന്ന് കലക്ടർ വന്നപ്പോൾ കാണിച്ചു കൊടുത്തു. സാറേ ഞാനാണ്. ഓ ഇത് സാലുവാണ് അല്ലേ? 90 വയസ്സായി സാറ് പറയാ. 90 വയസ്സായ സാലുവാണ്.
ഇവിടെ എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. കോഴിക്കോട് ബീച്ചിൽ രാവിലെ മാത്രം കാണാൻ കിട്ടുന്ന ഒരു സ്റ്റാളാണിത്. ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മുരിങ്ങ സൂപ്പ്, ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, മിക്സ്ഡ് പ്രോട്ടീൻ ജ്യൂസ്, അതുപോലെ ഈ ഒരു ഐറ്റം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ മുളപ്പിച്ച കടല, മുളപ്പിച്ച ചെറുപയർ, ക്യാരറ്റ്, ഉള്ളി തുടങ്ങിയ സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ രാവിലെ അവിടെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിക്കുന്ന ആളുകൾക്ക് നല്ല പ്രോട്ടീൻ എനർജിയൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുരിങ്ങ സൂപ്പ്, മുരിങ്ങ കൊണ്ടുള്ള സൂപ്പുണ്ട്. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, കക്കരിക്ക, നെല്ലിക്ക, ഇതിൻ്റെ ഒക്കെ ജ്യൂസുകളുണ്ട്. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് മിക്സ്ഡ് എനർജി ജ്യൂസാണ്. അതിൽ ബീട്രൂട്ട് വരുന്നുണ്ട്, കക്കരിക്ക വരുന്നുണ്ട്, ക്യാരറ്റ്, നെല്ലിക്ക, മഞ്ഞൾ, മുളക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മിക്സ്ഡ് എനർജി ഡ്രിങ്ക് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം, എന്നിട്ട് അതൊന്ന് കുടിച്ചു നോക്കാം. ഓക്കെ. ബീട്രൂട്ട്, ക്യാരറ്റ്, കക്കരിക്ക, നെല്ലിക്ക ഇവ 4ൻ്റെയും നീരെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം അവർ മഞ്ഞളാണ് കേട്ടോ ഇത്. മഞ്ഞൾ ഈ ഒരു അളവിൽ 2 ഗ്ലാസ്സിലേക്ക് ഇട്ടു. അതിനുശേഷം മുളക് നന്നായിട്ട് അരച്ച് വെച്ചതാണ്, അതും അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയാണ് ഇട്ടത്, ചതച്ച ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. പിന്നെ സ്വല്പം ഉപ്പും. ഇത്രയും സംഗതികൾ വേറെയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ്